ഹലോ നമസ്കാരം. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള UK ഓക്കെ. സിനിമ OTTയിൽ വന്നു കണ്ടു. സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ചെറിയൊരു ദുരന്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയിൽ നായകനായിട്ട് വരുന്നത് രഞ്ജിത്ത് സജീവാണ്. അതായത് നമ്മുടെ ഗോളം, അതുപോലെ കൽബ് എന്ന സിനിമയുടെയൊക്കെ നായകനായിട്ട് വന്ന പുള്ളിയാണ്. പിന്നെ ജോണി ആന്റണി ഉണ്ട്, മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്, പിന്നെ റോണി, മഞ്ജുപിള്ള, മീര വാസുദേവ്, പഴയകാല സംഗീത, അങ്ങനെ കുറച്ച് ആൾക്കാർ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. അപ്പനായിട്ട് വരുന്നത് ജോണി ആന്റണിയാണ്, മകനായിട്ട് രഞ്ജിത്ത്, ടോണി എന്ന ക്യാരക്ടർ. അപ്പം അപ്പന് മകനെ UK വിടണം. പക്ഷെ മകന് UK പോകാൻ താല്പര്യമില്ല, ഇവിടെ നാട്ടിൽ നിൽക്കാനാണ്. ലാസ്റ്റ് മകൻ അപ്പനോട് പറഞ്ഞ് അത് സമ്മതിക്കുന്നു. പിന്നെ നാട്ടിൽ പുള്ളി ഒരു സംരംഭം തുടങ്ങുന്നു. പിന്നെ ഉണ്ടാകുന്ന സോഷ്യൽ വിഷയങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത്. മെയിൻ പോരായ്മ എനിക്ക് തോന്നിയത് നായകന്റെ ഡയലോഗ് ഡെലിവറി. മലയാളം കറക്റ്റ് അറിയാത്ത ഒരാൾ വന്ന് ഡബ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അതിന്റെ ഡയലോഗ് ഡെലിവറിയിൽ കുറച്ച് പോരായ്മ തോന്നി. പക്ഷെ അദ്ദേഹം ഡാൻസും ആക്ഷനും ഒക്കെ അത്യാവശ്യം നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ ജോണി ആന്റണി മറ്റു പല സിനിമകളിലെ പോലെ അത്ര വെറുപ്പിച്ചിട്ടില്ല. കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കണ്ടിരിക്കാവുന്ന വലിയ അലമ്പില്ലാത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ, സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് അവർ ഇട്ട് അതിനെ ഒരു ക്ലീഷേ, ക്രിഞ്ച്, ഒരു ലോജിക്കലില്ലാത്ത ഓരോ പരിപാടികളൊക്കെ ചെയ്ത് അങ്ങനെ പടം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ അവസാനം ഒരു ലേഡി വന്നിട്ട് കുറച്ച് ഇമോഷണലി കരയുന്ന ഒരു സീനുകളും കാര്യങ്ങളൊക്കെ കുറച്ച് ഓവറായിട്ട പോലെ എനിക്ക് തോന്നിയത്. ചുരുക്കി പറയുകയാണെങ്കിൽ ചില സിനിമകൾ നമ്മൾ പറയാറില്ലേ, 2.5 മണിക്കൂർ 3 മണിക്കൂറുള്ള സിനിമ ക്രിസ്പായിട്ട് ഒരു 2 മണിക്കൂർ ആക്കാം എന്ന് തോന്നിയെന്ന് പറയില്ലേ, അതുപോലെ ഇതൊരു ആകെ 2 മണിക്കൂറുള്ളൂ. പക്ഷേ ഇതൊരു 1 മണിക്കൂർ ആക്കിയിരുന്നെങ്കിൽ ഇത്തിരി കൂടി നന്നായെന്ന് എനിക്ക് തോന്നി.